ഫെലിക്സ് കൂടി തുടരുകയാണ്. ഫെലിക്സ്, പ്രമാദമായ ഒരു രാഷ്ട്രീയ കൊലക്കേസിൽ കൂടി വിധി വന്നിരിക്കുന്നു. താമസിച്ചാണ് വിധിയെങ്കിലും 9 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത് എന്താണ് ഇക്കാര്യത്തിൽ ഫെലിക്സിന് കൂട്ടിച്ചേർക്കാനുള്ളത്? അഭിലാഷ്, വളരെ സുപ്രധാന വിധിയാണ് ഇപ്പോൾ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ 2005 ഓഗസ്റ്റ് 7-നാണ് ഈ മുഴപ്പിലങ്ങാടുള്ള സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ഇപ്പോൾ ഈ ടി രജീഷ്, ടി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി ടി രജീഷും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരൻ മനോരാജും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ ആദ്യം 10 പ്രതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ ടി രജീഷും ഉണ്ടായിരുന്നില്ല, ഈ മനോരാജും ഉണ്ടായിരുന്നില്ല. പിന്നീട് ടി ചന്ദ്രശേഖരനെ 2012 വെട്ടിക്കൊലപ്പെടുത്തുന്നു. ആ കേസിൽ മഹാരാഷ്ട്രയിൽ നിന്നുമാണ് ടി രജീഷ് പിടിയിലാവുന്നത്. ടി രജീഷിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മുഴപ്പിലങ്ങാട്ടെ RSS പ്രവർത്തകനായ സൂരജിനെ കൊന്ന കേസിലും താൻ പ്രതിയാണ് എന്ന് ഈ ടി രജീഷ് കുറ്റസമ്മതം നടത്തുന്നത്. അങ്ങനെ കുറ്റസമ്മതം നടത്തിയപ്പോൾ PM മനോജിൻ്റെ സഹോദരൻ PM മനോരാജും തനിക്കൊപ്പം ഈ കൃത്യത്തിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ അയാളും പങ്കെടുത്തു എന്ന കുറ്റസമ്മത മൊഴി ടി രജീഷാണ് പോലീസിന് നൽകുന്നത്. അങ്ങനെയാണ് ടി രജീഷും ഈ PM മനോജിൻ്റെ സഹോദരൻ മനോരാജും ഈ കേസിൽ പ്രതികളാവുന്നത്. പിന്നീട് അനുബന്ധ കുറ്റപത്രത്തിൽ ഇരുവരെയും പ്രതി ചേർത്ത് ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ടുപേരും ഈ കേസിൽ പ്രതികളാകുന്നത് എന്നതാണ്. അതായത് ആദ്യഘട്ടത്തിൽ 10 പ്രതികൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കേസിൽ പിന്നീട് ഈ 2 പ്രതികളെ കൂടി കൂട്ടിച്ചേർക്കുന്നു. അതിനൊടുവിൽ ഈ 2 പേരും, അതായത് ഈ പറയുന്ന ടി രജീഷും മനോരാജും ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സൂരജ് നേരത്തെ CPM പ്രവർത്തകനായിരുന്നു. പിന്നീട് CPM വിട്ട് അദ്ദേഹം BJP-യിലേക്ക് വന്നു. അതിലുള്ള വിരോധമാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൃത്യമായ സാക്ഷി മൊഴികളുണ്ടായിരുന്നു. 28 സാക്ഷികളാണ് വിസ്തരിച്ചത്. 51 രേഖകൾ ഇത് സംബന്ധിച്ച് ഹാജരാക്കി. ഈ കൊലപാതകം, ഒപ്പം തന്നെ ഗൂഢാലോചന എന്നീ വകുപ്പുകളാണ് പ്രധാനമായും ഈ 12 പ്രതികൾക്കെതിരെ ചുമത്തിയത്. അതിലാണിപ്പോൾ ഒരു പ്രതി ഒഴികെ ബാക്കി 2 പേർ മരിച്ചുപോയി. ബാക്കിയുള്ള 9 പേരും കുറ്റക്കാരാണെന്ന് ഇപ്പോൾ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഫെലിക്സ, മുമ്പ് CPM പ്രവർത്തകനായിരുന്നോ ഇദ്ദേഹം? അതിൻ്റെ കൂടി അത് CPM വിട്ടതിൻ്റെ ഒരു വൈരാഗ്യത്തോടു കൂടിയായിരുന്നോ, ഒരു രാഷ്ട്രീയ കാരണമായി കണ്ടെത്തിയിട്ടാണോ ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്? അന്ന് 2005 ഇത്തരമൊരു സംഭവം നടക്കുമ്പോഴുള്ള അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയായിരുന്നു? മാർച്ച് 2005 ഓഗസ്റ്റ് 7-നാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് അതിന് മുൻപ് തന്നെ, അതായത് വളരെ കാലം മുൻപ് തന്നെ ഈ പറയുന്ന സൂരജ്, കൊല്ലപ്പെട്ട സൂരജ്, അയാൾ CPM പ്രവർത്തകനായിരുന്നു. പിന്നീട് BJP RSSലേക്ക് ഈ സൂരജ് വന്നു. അങ്ങനെ വന്ന സൂരജിനെ കൊലപ്പെടുത്താനൊരു ശ്രമം ആദ്യഘട്ടത്തിൽ നടത്തി. സൂരജിൻ്റെ 2 കാലും വെട്ടുകയാണ് ഉണ്ടായത്. അങ്ങനെ വധശ്രമ കേസുണ്ട്. പക്ഷേ സൂരജ് പിന്നീട് ആരോഗ്യനിലയൊക്കെ ശരിയായി വന്നു. പിന്നീടാണ് ഈ 6 മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെയൊരു കൊല നടക്കുന്നത്. അത് സൂരജിനെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സംഘം എത്തുകയും വെട്ടിക്കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. അതിലും ആ കേസിലാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരൊറ്റയാൾ ഒഴികെ ബാക്കി 9 പേരും കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ളത്. മുഴപ്പിലങ്ങാട് ഈ CPM BJP സംഘർഷം ഒരു കാലത്ത് വലിയ രീതിയിൽ ഉണ്ടായിരുന്നൊരു മേഖലയാണ് മുഴപ്പിലങ്ങാട് എന്ന് പറയുമ്പോൾ. ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ തീരപ്രദേശമാണ് മുഴപ്പിലങ്ങാട്. അപ്പോൾ അവിടെ ഒരു കാലത്ത് CPM BJP സംഘർഷം വളരെ കാലമായി ഉണ്ടായിരുന്നു എന്നാണ്. പിന്നീട് ഇപ്പോൾ വളരെ ശാന്തതയുണ്ട്. ഈ CPM പ്രവർത്തകർക്കും അവിടെ വെട്ടേൽക്കുന്ന സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് എന്ന് മാത്രമല്ല, TP കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമാദമായ രാഷ്ട്രീയ കൊലക്കേസുകളിലൊന്നായ KT ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിലും ആ വധത്തിലും താൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് TK രജീഷ് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ TK രജീഷ് പ്രതിയായി ശിക്ഷിക്കപ്പെടുന്ന മറ്റൊരു കേസ് എന്നുള്ള നിലയിൽ കൂടിയാണ് സൂരജ് കേസിന്റെ പ്രസക്തി. പുള്ളി പിന്നീട് കൊലപാതകങ്ങൾ നടത്തിയ ശേഷം അന്യ സംസ്ഥാനങ്ങളിൽ പോയി ബേക്കറി തൊഴിലും മറ്റുമൊക്കെ എടുക്കുക, കൊല നടത്തേണ്ട സമയത്ത് വന്ന് കൊല നടത്തി പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഏതായാലും ആ ഒരു കൊലപാതക നെറ്റ്വർക്കിന്റെ കൂടി അന്ത്യം TP കൊലക്കേസിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണണം.
തീർച്ചയായിട്ടും അഭിലാഷ്, കാരണം 2005-ലാണ് ഈ സൂരജിനെ കൊല്ലുന്നത്. പിന്നെ 2012-ലാണ് ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് കൃത്യമായ അന്വേഷണം ഒരു രാഷ്ട്രീയ കൊലപാതക കേസിൽ നടക്കുന്നത്. അങ്ങനെ നടന്നപ്പോഴാണ് യഥാർത്ഥ പ്രതികൾ പിടിയിലാവുകയും ടി.കെ. രജീഷ് മഹാരാഷ്ട്ര ഒളിച്ചിരിക്കുന്ന സമയത്ത് അവിടെ പോലീസ് എത്തിയും ഈ ടി.കെ. രജീഷിനെ പിടികൂടുകയും ചെയ്യുന്നത്. ടി.കെ. രജീഷിനെ പിടികൂടിയ സമയത്ത് ചോദ്യം ചെയ്തതിൽ തന്നെ ഇയാൾ പല കാര്യങ്ങളും പറഞ്ഞു. അതിലൊന്ന് അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പറയുന്ന പലരെയും കൊലപ്പെടുത്തിയ സംഭവങ്ങളിൽ താൻ പ്രതിയാണ് എന്ന് ഇയാൾ തന്നെ കുറ്റം സമ്മതിക്കുകയാണ് ഉണ്ടായത്. അതായത് ജയകൃഷ്ണ മാഷെ കൊന്ന കേസിൽ താൻ പ്രതിയാണ്, താനും ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ്. അതായത് ഈ ജയകൃഷ്ണ മാഷെ കൊല്ലുന്ന സമയത്ത് അവിടെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു. ആ പോലീസുകാരൻ ഇയാൾക്ക് സുരക്ഷയ്ക്കായി അപ്പുറത്ത് ചായ കുടിക്കാൻ പോയി. ആ സമയത്ത് ആ പരിസരത്ത് ഈ പറയുന്ന ടി.കെ. രജീഷ് ഉണ്ട് എന്നതായിരുന്നു ടി.കെ. രജീഷിന്റെ മൊഴി. അങ്ങനെയാണ് ടി.കെ. രജീഷ് ആ കേസിൽ പ്രതിയാവുന്നത്. പിന്നീടാണ് അതിനു മുൻപ് അതിനുശേഷം 2005-ൽ നടന്ന സൂരജിനെ കൊന്ന കേസിലും താൻ പ്രതിയാണ് എന്ന് ടി.കെ. രജീഷ് കുറ്റസമ്മതം നടത്തുന്നത്. മാത്രമല്ല ടി.പി. ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള കേസിൽ ഏറ്റവും മുഖ്യ പ്രതിയായിരുന്നു ടി.കെ. രജീഷ്. എല്ലാവരെയും ഏകോപിപ്പിച്ചത് ടി.കെ. രജീഷായിരുന്നു, അവിടെ എത്തിച്ചത് ടി.കെ. രജീഷായിരുന്നു. ആ സംഘത്തിലെ പ്രധാനിയായ വ്യക്തിയാണ്. മാത്രമല്ല വലിയ രാഷ്ട്രീയ കൊള്ളലക്കം ഉണ്ടാക്കിയതാണ് ഈ കേസിൽ. ഈ ചില CPM-ന്റെ മുതിർന്ന നേതാക്കൾക്കും പങ്കുണ്ട് എന്ന് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിൽ ടി.കെ. രജീഷിന്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് അങ്ങനെ ചില വിവരങ്ങൾ ലഭിച്ചത് എന്ന ചില വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലേക്ക് പിന്നീട് അന്വേഷണം പോയില്ല എന്നതാണ് വാസ്തവം. ഏതായാലും ടി.കെ. രജീഷ് ഇപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ പരോളിൽ ഈ വിധി പ്രസ്താവം നടക്കുന്ന സമയത്ത് ഈ തലശ്ശേരി കോടതിയിലേക്ക് ടി.കെ. രജീഷും എത്തിയിട്ടുണ്ട്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതക കേസിൽ ഒരു വളരെ പ്രധാനമായും നിന്നിരുന്ന ഒരാൾ കൂടിയായിരുന്നു ടി.കെ. രജീഷ്. ഒരിക്കൽ പോലും അയാൾ പിടിക്കപ്പെട്ടിരുന്നില്ല. അതായത് യഥാർത്ഥ പ്രതികളായിരുന്നില്ല പലപ്പോഴും കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതക കേസിൽ പ്രതികളാകുന്നത്. പക്ഷേ ടി.പി. ചന്ദ്രശേഖരൻ കേസിലാണ് യഥാർത്ഥ പ്രതികൾ പിടിയിലാവുകയും അവിടെ ടി.കെ. രജീഷ് വരികയും മുൻപ് നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ച് അയാൾ പറയുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ ഇതൊക്കെ തന്നെ കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതായത് ഈ ടി.കെ. രജീഷ് പിന്നീട് നടത്തുന്ന കുറ്റസമ്മത മൊഴി, ആ കുറ്റസമ്മത മൊഴി കോടതി കണക്കിലെടുക്കുന്നു. താൻ മാത്രമല്ല പി.എം. മനോജിന്റെ സഹോദരൻ മനോരാജും ഈ കേസിൽ പ്രതിയാണ് എന്ന് അയാൾ കുറ്റസമ്മതം നടത്തുന്നു. അതുകൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നു. അത് കോടതി ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷന്റെ ഒരു കൃത്യമായ വിജയമാണെന്ന് പറയാം. മാത്രമല്ല കൃത്യമായ അന്വേഷണം ഇത് സംബന്ധിച്ച് നടന്നു എന്ന് പറയാം. 2005-ൽ നടക്കുന്ന ഒരു കൊലപാതകമാണ്. 19 വർഷങ്ങൾക്ക് ശേഷം, ഓഗസ്റ്റ് ആകുമ്പോൾ 20 വർഷമാവും, 19 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കേസിൽ, ഒരു കൊലപാതക കേസിൽ വിധി വരുന്നത്. ഇത്രയധികം വിചാരണ നീണ്ടുപോയി. പിന്നീട് കോവിഡ് കാലഘട്ടം വന്നു. 2010-ൽ വിചാരണ തുടങ്ങാൻ തീരുമാനിച്ചു. പിന്നീട് അത് മാറ്റിവെച്ചു. പിന്നീടാണ് കോവിഡ് വരുന്നത്. പിന്നീട് മാറ്റിവെച്ചു. അങ്ങനെയാണ് 19 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പ്രധാനമായ ഒരു കേസിൽ ഒരു വിധി വരുന്നത്. അതിലാണ് CPM-ന്റെ ഈ 9 പ്രവർത്തകരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത്. ബാക്കി ഒരാളെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ബാക്കി 2 പേർ, 1-ാം പ്രതിയും 12-ാം പ്രതിയും നേരത്തെ തന്നെ വിചാരണയ്ക്കിടെ മരിക്കുകയും ചെയ്തിരുന്നു.